ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സിലെ നോട്ട്സുകളാണ്. ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു. അത് കാണാത്തവർ അത് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒന്നാമത്തെ ടോപ്പിക്ക് നോക്കാം. ഒന്നാമത്തെ ടോപ്പിക്ക് വരുന്നത് കോസീവ് ഫോഴ്സ് ആണ്. കോസീവ് ഫോഴ്സിൻ്റെ ഒന്നാമത്തെ പോയിന്റ് നോക്കാം. The attraction between the molecules of the same type is called coercive force. The attraction between the molecules of the same type is called coercive force. Next നോക്കാം. നെക്സ്റ്റ് വരുന്നത് adhesive force ആണ്. Adhesive force is the force of the attraction between the molecules of different types of substances. നെക്സ്റ്റ് വരുന്നത് ഇതൊരു ടേബിളിലാക്കണം. Capillarity rise occurs when the adhesive force is greater than the coercive force. When the coercive force is greater than the adhesive force, capillary depression will take place. ഇതൊരു ബോക്സിലാക്കി വെക്കണം. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്ക് capillarity ആണ്. The rise or depression of a liquid in narrow tube or a minute hole is capillarity. The rise or depression of a liquid in a narrow tube or a minute hole is capillarity. Next topic വരുന്നത് surface tension ആണ്. The mutual attraction of the molecules on the surface of the water. The surface is structured like a membrane. The force responsible for this called the surface tension. Next വരുന്നത് viscous force ആണ്. Viscous force between the layers of a liquid in motion. There is a frictional force parallel to the layers which try to prevent the relative motion between the layers. This frictional force is the viscous force. Next വരുന്നത് viscosity is the ഇതിൻ്റെ ടോപ്പിക് പോയിന്റ് തന്നെയാണ്. വിസ്കസ് ഫോഴ്സിൻ്റെ പോയിന്റ് തന്നെയാണ്. വിസ്കോസിറ്റി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് property of a liquid to oppose the relative motion between its different layers. നെക്സ്റ്റ് ഒരു ടേബിളാണ് വരുന്നത്. ഫൈൻഡ് ഔട്ട് ദ ലിക്വിഡ്സ് ഓഫ് ഇതൊരു ചോദ്യമാണ്. ഫൈൻഡ് ഔട്ട് ദ ലിക്വിഡ്സ് ഓഫ് വിസ്കോസിറ്റി ഗ്രേറ്റർ ആൻഡ് ലോവർ ദാറ്റ് ഓഫ് വാട്ടർ ആൻഡ് ടാബുലേറ്റ് ദം. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ ഗ്രേറ്റർ വിസ്കോസിറ്റിയും രണ്ടാമത്തെ കോളത്തിൽ ലോവർ വിസ്കോസിറ്റിയാണ് നൽകുക. അപ്പോൾ നമുക്ക് ഗ്രേറ്റർ വിസ്കോസിറ്റിയിലെ ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ഹണി ആൻഡ് ഗീ ആൻഡ് ഗ്ലിസറിൻ. നെക്സ്റ്റ് ലോവർ വിസ്കോസിറ്റി കെറോസിൻ, പെട്രോൾ ആൻഡ് ഡീസൽ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇതൊരു പോയിൻ്റാണ്. when a temperature increase the viscosity of a liquid decrease. When temperature increase the viscosity of a liquid is decrease. നെക്സ്റ്റ് വരുന്നത് ലെറ്റസസ് ആണ്. ഇതിപ്പോൾ ഈ വീഡിയോയിൽ ലെറ്റസസും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ലെറ്റസസിലെ ഒന്നാമത്തെ ചോദ്യമാണ്. The weight of a piece of stone in air is 120 Newton and its weight in water is 100 Newton. Calculate the buoyancy experienced by the stone. അപ്പോൾ weight in air is equal to 120 and weight in water is equal to 100. Then 120 minus 100 is equal to 20 Newton. അതായത് വെയിറ്റ് ഇൻ എയർ മൈനസ് ആൻഡ് വെയിറ്റ് ഇൻ വാട്ടർ ഇസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി വിച്ച് ഫ്ലോട്ടഡ് ഇൻ വാട്ടർ സാങ്ക് വെൻ പുട്ട് ഇൻ കെറോസിൻ. വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ? അപ്പോൾ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. Answer: density of the kerosene is less than that of water, so the stone experiences more buoyancy in water. Density of the kerosene is less than that of water, so the stone experiences more buoyancy in water. Next, മൂന്നാമത്തെ ചോദ്യമാണ്. Observe the figure of an object placed in different liquids. ലിക്വിഡ് എയും ലിക്വിഡ് ബിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. മൂന്നാമത്തിൻ്റെ ചോദ്യത്തിൽ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ കമ്പയർ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ദ ബൊയാൻസി ആക്ടിങ് ഓൺ ദ ബോഡി വെൻ ഇറ്റ് ഈസ് in the liquids A and B. Next sub question B. Among A and B, which is the liquid whose density is greater than that of the object Y?
നമുക്ക് നോക്കാം. എൻ്റെ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞു ആ ക്വസ്റ്റ്യൻ. കമ്പയർ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ദ ബൊയാൻസി ആക്ടിങ് ഓൺ ദ ബോഡി വെൻ ഇറ്റ് ഈസ് ഇൻ ദ ലിക്വിഡ്സ് എ ആൻഡ് ബി. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഇൻ ദ ലിക്വിഡ് എ ബൊയാൻസി ഈസ് ഗ്രേറ്റർ ദാൻ ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇൻ ബി ബൊയാൻസി ഈസ് ലെസ് ദാൻ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നെക്സ്റ്റ് ബി സബ് ക്വസ്റ്റ്യനിലെ ബി, രണ്ടാമത്തെ ബി ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അമോങ് എ ആൻഡ് ബി വിച്ച് ഈസ് ദ ലിക്വിഡ് വോസ് ഡെൻസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് വൈ. അപ്പോൾ നേരത്തെ പറഞ്ഞാണ് ഈ സബ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. ലിക്വിഡ് എ ആസ് ദ ബോഡി ഫ്ലോട്ട്സ് ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്സ് ഈസ് ഗ്രേറ്റർ. ലിക്വിഡ് എ ആസ് ദ ബോഡി ഫ്ലോട്ട്സ് ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഈസ് ഗ്രേറ്റർ. നെക്സ്റ്റ് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യന്. എ ബോഡി ഓഫ് വെയ്റ്റ് 1000 Newton sinks in water. The weight of the liquid overflowed is 250 Newton. നമുക്ക് ഇതിനൊരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വാട്ട് വിൽ ബി ദ വെയ്റ്റ് ഓഫ് ദ ബോഡി ഇൻ വാട്ടർ. അപ്പോൾ അതിൻ്റെ ആൻസറാണ് വെയ്റ്റ് ഓഫ് ദ ബോഡി ഇൻ വാട്ടർ 1000 Newton minus 250 Newton is equal to 750 Newton. ഇനി ഫോറിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി ഓഫ് ദ സെയിം വെയ്റ്റ് ആസ് അബവ് ഫ്ലോട്ട്സ് ഇൻ വാട്ടർ. വാട്ട് ഈസ് ഇറ്റ്സ് വെയ്റ്റ് ഇൻ വാട്ടർ? വാട്ട് വിൽ ബി ദ വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്? 0 then 1000 Newton. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ദ ഏരിയ ഓഫ് വൺ എൻഡ് യു ട്യൂബ് ഈസ് 0.01 meter square and that of the other and the force 1 meter square when a force was applied on the liquid at the first end. ആൻസർ വരുന്നത് A1 is equal to 0.01 meter square and next A2 is equal to 1 meter square. അങ്ങനെയാണ് F1 is equal to എന്താണ്? അപ്പോൾ F2 is equal to 20,000 ന്യൂട്ടൺ ആണ്. നെക്സ്റ്റ് വരുന്നത് F1 by F2 is equal to A1 by A2. നെക്സ്റ്റ് നമുക്ക് നോക്കാം. F1 is equal to F2 into A1 by A2 is equal to 20,000 into 0.01 by 1 is equal to 200 ന്യൂട്ടൺ. അപ്പോൾ ഇത് എല്ലാം കൂടി ചെയ്തതിന് ശേഷം 200 ന്യൂട്ടൺ. നെക്സ്റ്റ് 6 ആണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഡൗൺ ദ റീസൺ ഫോർ ദ ഫോളോയിങ്. അടിയിൽ തന്നിട്ടുള്ള ഇതിൻ്റെ റീസൺ എഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇതൊരു 6ൻ്റെ സബ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ക് ക്യാൻ ബി ബ്ലോട്ടഡ് വിത്ത് ചോക്ക്. നെക്സ്റ്റ് ബി രണ്ടാമത്താണ്. സ്വീറ്റ് ക്യാൻ ബി ബ്ലോട്ടഡ് വിത്ത് ടിഷ്യൂ പേപ്പർ. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്നാമത്തിൻ്റെ ഡ്യൂ ടു ക്യാപ്പിലാരിറ്റി, രണ്ടാമത്തും ഡ്യൂ ടു ക്യാപ്പിലാരിറ്റി, രണ്ടും ക്യാപ്പിലാരിറ്റി തന്നെയാണ്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ 7. വിച്ച് ഈസ് ദ കറക്റ്റ് ഫിഗർ വൈ. അപ്പോൾ ഇതാണ് ഫിഗർ. നമുക്ക് ആൻസർ നോക്കാം. ഫിഗർ എ ആണ് കറക്റ്റ് വരുന്നത്. ഫിഗർ എ. അപ്പോൾ റീസൺ ദ സെൻറ്റർ പോർഷൻ ഓഫ് ദ ലിക്വിഡ് സർഫേസ് ഈസ് സീൻ ഹയർ ദാൻ ദ എഡ്ജ് പോർഷൻ. This is due to the reason that in the liquids the cosy force greater than the adhesive force. Inside the liquids undergo capillary depression instead of capillary rise. ഇതിൽ മെർക്കുറി ആണുള്ളത്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ഫിഗർ എ ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 8. A hydraulic lift has been constructed to lift vehicles of maximum 3000 kg weight. The area of cross section of the pistons platform on which the vehicles are lifted is 580 square centimeter. Calculate the maximum pressure experienced on the small piston. അപ്പോൾ നമുക്ക് ഇത് 8ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു 580 centimeter square is equal to 0.058 meter square. Next force is equal to 3000 into 10 is equal to 13,000 Newton. അപ്പോൾ നെക്സ്റ്റ് പ്രഷർ ഈസ് ഈക്വൽ ടു 3000 ബൈ 0.058 ഈസ് ഈക്വൽ ടു 5172
41.36 PA. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഫിസിക്സിലെ നോട്ട്സ്.